it's time to welcome the second contestant of this episode, Sharina from Calicut. Hello. എന്തൊക്കെയുണ്ട്? സുഖമായിരിക്കുന്നു. അപ്പം ഇനി അടുത്ത ടാസ്കില് അടിപൊളിയായിട്ട് സ്കോർ ചെയ്യുന്ന ഉറപ്പാണല്ലോ? നോക്കാം. എന്താ ചിരിക്കുന്നോ ഒരു പ്രശ്നമുണ്ടല്ലോ. അപ്പൊ എന്താ ഞാൻ ചോദിക്കുന്നില്ല, കണ്ടിട്ട് ഞാൻ ചോദിക്കാം. ഓക്കെ, സോ ടാസ്ക് കണ്ടിട്ട് വരാം. ഓക്കെ. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഗൃഹലക്ഷ്മി, ദ ബെസ്റ്റ് ഹോം മേക്കർ. ഞങ്ങളിവിടെ കോഴിക്കോട് നഗരത്തിലാണുള്ളത്, ഷെറീന ചേച്ചിയുടെ നാട്ടിൽ. ചേച്ചി, വെൽക്കം ടു ദ ഷോ. എങ്ങനെയുണ്ട് ജീവിതം? സുഖമായിട്ട് പോകണോ? സുഖമായിട്ട് പോകും. ഞങ്ങളുടെ റൗണ്ട്സ് ഒക്കെ എന്തായിരിക്കും എന്നുള്ള വലിയ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ഒരു ഐഡിയ ഇല്ല, ചെറുതായിട്ടൊക്കെ ഉണ്ട്. ആരൊക്കെ ഉണ്ട് വീട്ടില്? വീട്ടില് അമ്മയുണ്ട്, മോന്, ഹസ്ബൻഡ്. മോൻ പഠിക്കാൻ 4th സ്റ്റാൻഡേർഡ് പഠിക്കാം. കണ്ടിട്ട് എനിക്ക് ഫോർത്തൊന്നും തോന്നിയില്ലല്ലോ. സൈസ് ഉണ്ടല്ലോ. നമുക്ക് എന്തായാലും ടാസ്കിലേക്ക് കടക്കാം. നമ്മുടെ ഈ ടാസ്കിന്റെ പേര് വെൽക്കം ഹോം എന്നാണ്. ഈ ടാസ്കില് ചേച്ചിനെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സെലിബ്രിറ്റി ഗസ്റ്റ് വരുന്നുണ്ട്. ആളിപ്പം എത്തും. എന്തെങ്കിലുമൊക്കെ പോണ്ട മനസ്സിലേക്ക്. ചെറിയൊരു ലഡ്ഡു പൊട്ടിയാ ആണ്. ഈ ടാസ്കിന് വേണ്ടിയിട്ട് ഞങ്ങൾ ചേച്ചിക്ക് 10 minutes ടൈം തരും. ഈ ടൈമിൽ ചേച്ചി ഇദ്ദേഹത്തെ വെൽക്കം ചെയ്യാ. അദ്ദേഹത്തിന് എന്തൊക്കെ വേണം അതൊക്കെ ചെയ്ത് കൊടുക്കാം. നമ്മളൊരു ഗസ്റ്റ് വരുമ്പോൾ എന്തൊക്കെ ചെയ്യും അതൊക്കെ ചെയ്ത് കൊടുക്കാം. ആ 10 minutes ടൈമിൽ ഒതുങ്ങണം. തിരിച്ച് അദ്ദേഹത്തെ വണ്ടിയിലേക്ക് പറഞ്ഞു വിടുകയും ചെയ്യണം. വരുന്നത് തൊട്ടാണ് ടൈം. ആ 10 minutes ഇത് ഒതുങ്ങണം. വരുന്ന ആളാരാന്ന് ചോദിക്കിനി. ചോദിക്കൂ. ഞാനൊരു ക്ലൂ വരാം. എല്ലാവരുടെയും കറുത്ത മുത്തെന്നാണ് പറയണത്. അപ്പൊ അതിന് ക്ലൂ ഒന്നുമില്ല. ഇനി ആളെ ഡയറക്റ്റ് ആയിട്ട് കാണുന്നേ ഉള്ളൂ. ചേച്ചിക്ക് നോ ക്ലൂസ്. അപ്പൊ ഡൗട്ട് ഒന്നുമില്ലല്ലോ. ആളെത്തി. ഹലോ സർ, ടൈം സ്റ്റാർട്ട്. കുഴപ്പമില്ല സാർ, കഴിക്കട്ടെ, പ്രശ്നമൊന്നുമില്ല. ഈ ഒരു സർപ്രൈസ് പ്രതീക്ഷിച്ചിരുന്നാ? ഇല്ല, ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഇയാള് തീരെ പ്രതീക്ഷിച്ചിട്ടില്ല സാർ. നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ്. ഫുട്ബോളിനോട് ഒരുപാട് ഇഷ്ടമുണ്ട്. കണ്ടതിൽ വളരെ സന്തോഷം സാർ. അത് എനിക്കും കാണാനൊരു ഭാഗ്യം കിട്ടി, അതിലും സന്തോഷം സാർ. ഇരിക്കും. മോനുണ്ട്. മോനെ വാ. ഇതല്ല, ഒരാളേ ഉള്ളൂ. 4th സ്റ്റാൻഡേർഡ് പഠിക്കുകയാണ്. സാർ അറിയോ? ആര്? അറിയാ. സംസാരിക്കാൻ കുടിക്കാനത് എടുക്കാം സാർ. ഇരുന്നോളൂ മോനെ, ഇരുന്നോളൂ. വല്ലപ്പോഴും ഇങ്ങനെ ഒരു ചാൻസ് കിട്ടുള്ളൂ. ഓ, ഇത് ഞങ്ങൾക്ക് രാവിലെ തന്ന സാധനമല്ലേ? നല്ല ടേസ്റ്റ്. അതെന്താ ശരിക്കും സംഭവം? ഇത് പിന്നെ നമ്മള് ചേച്ചി ഉണ്ടാക്കി വെച്ചതല്ലേ? അല്ല, ഇത് തിളപ്പിച്ച വെള്ളമാണ്. ഇതല്ല, ഇതാണ് ഞാൻ എടുത്തത്. ഉണ്ടാക്കി വെക്കണത് നമ്മൾ ആക്ച്വലി പ്രിഫർ ചെയ്യണില്ല കേട്ടോ. അല്ല, ഉണ്ടാക്കി വെക്കാതെ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയതാണ്. ഒരുപാട് ഇതൊന്നായിട്ടില്ല, ഇന്നലെ ഉണ്ടാക്കിയത്. അല്ല, അങ്ങനെയല്ല. ടാസ്ക് ആയതുകൊണ്ട് നമ്മൾ അപ്പം ഉണ്ടാക്കി ചെയ്യണതാണ് ഒരു കുറച്ചും കൂടി ചേച്ചിക്ക് പ്ലസ് ആവാൻ സാധ്യത. അതിനുശേഷം ചേച്ചിയുടെ ഫസ്റ്റ് സ്പെഷ്യൽ എനർജി ഡ്രിങ്ക് ആണ്. അപ്പൊ കുഴപ്പമില്ല. 2 minutes ആയിട്ടോ ചേച്ചി. ഞാൻ അവിടെ വെച്ചിട്ട് ഓർപ്പിക്കില്ല. സാറിന് പോകാൻ ധൃതിയാവും. ഇല്ലെങ്കിൽ സാറിന് തിരക്കുണ്ടാവും. പോവാൻ എനർജി ഡ്രിങ്ക് ആണ്. മോന് കഴിക്കും. സാറിന്റെ മോനും ഇപ്പൊ ഫുട്ബോളിലേക്ക് സാറിന്റെ ട്രെയിനിങ് എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ആണല്ലേ? എങ്ങനെയുണ്ട് കളി? എക്സസൈസ് കുറവ്. ആഹാ, ഉണ്ട് ആള്. ഇപ്പൊ എത്രയിലായി? 10ലായിട്ടുള്ളൂ. എന്തെങ്കിലുമൊക്കെ വിശേഷം ഒരാളെ കണ്ടിട്ട് പറയാൻ കിട്ടില്ല. ടെൻഷനാണോ പറഞ്ഞേ? വൈഫ്. ഓ, അത് ശരി. എവിടെ വീടെവിടെ? താമസിക്കുന്ന എവിടെ? തൃശ്ശൂർ അല്ലേ? മോനെ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നത്? 10th. ഓ, ശരി. ഇവിടെ തന്നെയാ സാർ? മലപ്പുറം, തൃശ്ശൂർ. അമ്മേ
ചേച്ചിയുടെ ടൈം 3 minutes. ഇയാളെ അറിയോ? ഇത് അമ്മയാണ്. വന്നോളൂ വന്നോളൂ, എല്ലാരും കാണട്ടെ. പ്രതീക്ഷിക്കാത്ത ആളെ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ്. എല്ലാരും ഇരുന്ന് മിസ്സിലേക്ക് ഷോക്കായിട്ട് എന്താ പറയണ്ടേന്ന് അറിയാണ്ട്. ഫുട്ബോളിനെ പറ്റിയിട്ട് കൂടുതൽ ഇത് മോനാണ്. ക്രിക്കറ്റും ഫുട്ബോളൊക്കെ ഇവരാണ് താല്പര്യമുള്ളത്. ഹസ്ബൻഡ് പുറത്ത് ഇരിക്കുകയാണ്. സാറിന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോയാൽ പോലെ തിരക്കുണ്ടോ? ചേച്ചിക്ക് 10 minute സമയമുണ്ട്. അതുകൊണ്ട് ചേച്ചിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാട്ടോ. ഒന്നും ചെയ്യാതിരിക്കണ്ട. അതും ഇത്രയും വലിയൊരു ഗസ്റ്റിനെ കൈ കിട്ടിയിട്ട് വെറുതെ വിടണ്ട. ചേച്ചി പോയി പണിയെടുക്കും. അടി അമ്മേനെ വിടല്ല. അമ്മേനെ വിട്ടതല്ല, അവിടെ അമ്മ അവിടെ പോയി സംസാരിക്കാനാ ഞാൻ പറഞ്ഞേ. അമ്മ ഒള്ളി ഓൺ അമ്മയോട് സംസാരിക്കാൻ വന്നപ്പോ അമ്മ വല്ല എന്നെ ആക്കിയതാ. അത് നടക്കൂല. ഞാനെന്നാ സാറിൻ്റെ അടുത്ത് ഒരു കമ്പനി എടുത്തിട്ട് ചേച്ചിക്ക് വേണ്ടിയിട്ട്. വേണ്ട, ചേട്ടന്മാർ അതുകൊണ്ട് ഞാനിവിടെ തന്നെ നിൽക്കാം. നീ കളിക്കോടാ? ഫുട്ബോൾ കളിക്കോ? എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ പറയാൻ പറ്റുമോ ഫുട്ബോളിനെ കുറിച്ച്? അതൊക്കെ അറിയാം. ഏട്ടാ എടുക്ക. ചേച്ചി അവിടെ ഓടുണ്ട്. കാരണം എന്താ പറയുക, നമുക്ക് 10 minutes സമയമുള്ളൂ. അതാണ് ടാസ്ക്. 10 minutes ടൈമിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും വെപ്രാളം പിടിക്കുന്നത് എടുക്കണത്. ആ ഒരു ഐഡിയ കൊള്ളാം ചേച്ചി. ചേച്ചിക്കൊരു സജഷൻ സാറ് നൽകിയിട്ടുണ്ട്. 10 minute ടൈമല്ലേ, ഒരു ബുൾസയൊക്കെ ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. ചേച്ചിയുടെ ഇഷ്ടം പോലെ കേട്ടോ, അത് വെറുതെ ഐഡിയ മാത്രം. എനിക്ക് എല്ലാവരും എങ്ങനെ ആദ്യം പിടിപ്പിക്കാം എന്നുള്ള ജോലിയാണ് എനിക്ക് തന്നേക്കണത്. അവര് എത്തിയിട്ട് കുറേ നേരമായോ സാറ്? വരണമായോ? സാർ ഇപ്പം എവിടെ നിന്നാണ്? വീട്ടിൽ നിന്നാണ്? ആ, ഓ ക്യാമ്പ് ഉണ്ടായിരുന്നു. ആ ഹാ ഹാ. ഇപ്പം സിനിമയിലേക്കൊന്നും പുതിയ എൻട്രി ഒന്നും നോക്കണില്ല അല്ലേ? ആ നടന്നോണ്ടിരിക്കാൻ കഴിഞ്ഞു. എന്നുണ്ടാവും റിലീസ് അപ്പം? ചേച്ചി 6.5 minutes ആയി. ഓക്കെ ഓക്കെ. കുഴപ്പമില്ല. 7 minutes ആയി. ഓ ശരിയാട്ടോ, ഞാൻ മറന്നുപോയി. 10 minutes ആണ്. 10 minutes ചേച്ചി കൊണ്ടാക്കുകയും ചെയ്യണേ അദ്ദേഹത്തെ. ഓക്കെ തിരിച്ചാക്കുകയും ചെയ്യണം, മറക്കരുത്. കാരണം ചിലപ്പോഴൊക്കെ നമ്മൾ തിരിച്ചാക്കാൻ മറന്നു. വിശേഷം പറഞ്ഞിരുന്നു. തിരിച്ചാക്കാൻ എന്നുള്ളതും ഒരു ടാസ്കിൽ ഉൾപ്പെടുത്താവുന്ന കാര്യമാണ്. ഓ ഇവിടെ ഇത്ര സാധനങ്ങളൊക്കെ റെഡിയാക്കിയ ജാങ്കോ. ചേച്ചി ഇനി കുറച്ച് ക്വിക്ക് ആക്കിക്കോട്ടെ, കാരണം അദ്ദേഹത്തിന് അത് കൊണ്ട് വെക്കണ സമയത്തേക്കും തീരും. അത് പൊട്ടെ റൈറ്റ് റൺ ഒട്ടിക്കോ. അങ്ങോട്ടേക്കൊന്നും വേണ്ട, അവിടെ തന്നെ നമുക്ക് സെറ്റ് ചെയ്താലോ. സാറിന് ധൃതി ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ലഞ്ചൊക്കെ കഴിച്ചിട്ട് പോയാൽ മതിയായിരുന്നു. ചൂടധികം ഉണ്ടോ വിളിച്ചാൽ ചൂടധികം ഉണ്ടാവേ. സാർ ഇപ്പോൾ എന്തെങ്കിലും ഇതൊക്കെ കോച്ചിങ് കൊടുക്കുന്നുണ്ടോ? ആണല്ലേ? ഓ അത് ശരി. മോന് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. മോനെ ഏതെങ്കിലും ഇതിലേക്ക് ഇവിടെ എവിടെയില്ല സാർ? സാറിന് മോനിപ്പം ഉടനെ ഉണ്ടാവും നമ്മുടെ അടുത്ത താരം. അതെയോ? ഇപ്പൊ ഏതായാലും ഇവരും ഇതേപോലെ കുറച്ചൊന്നും എക്സസൈസ് വേണം. അതാണ് നല്ല ഓടി ഫുട്ബോളൊക്കെ. ചേച്ചി 9 minutes ആയി.
9 minutes ആയി. ഇപ്പൊ സാർ തിരിച്ചു കൊണ്ടുവരണം. അതാണ് പ്രശ്നം. നമുക്ക് കാര്യം ചെയ്യാം, നമുക്ക് ടാസ്ക് കഴിഞ്ഞിട്ട് പതുക്കെ കഴിക്കാം, ടൈം എടുത്ത് കഴിക്കാതെ. അത് ശരിയാട്ടോ. 9 താങ്ക് യു സർ. പിന്നെ ഒരിക്കലും ഹസ്ബൻഡുള്ള സമയത്ത് എല്ലാവർക്കും കാണാൻ ആഗ്രഹമുണ്ടോ? ഇവിടെ ഈ വഴിക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും വരുന്നത് സർ. ഇത് ഏത് വഴിയാണ് സാർ? ബൈപ്പാസിനാണോ? ബൈപ്പാസിനാണല്ലേ? ശരി, അപ്പൊ എളുപ്പമുണ്ട് അല്ലേ? ഓക്കെ സാർ, ഇനി വന്നതിൽ വളരെ സന്തോഷമുണ്ട്. താങ്ക് യു സർ ഫോർ കമ്മിങ്. കണ്ടതിൽ ഓക്കെ സാർ, സന്തോഷം. ഓക്കെ സാർ. വന്നോളൂ, തിരിച്ചു വന്നോളൂ. കഴിഞ്ഞില്ല, പോലെ ടാസ്ക് ഉണ്ട്, കഴിഞ്ഞിട്ടില്ല നമ്മുടെ സംഭവം. ചേച്ചിയുടെ കൈയൊക്കെ തണുത്തു വന്നിട്ട്. കറക്റ്റ് 10 minutes ആണ്. 1 second കുറവാണ് ചേച്ചിയെടുത്തത്. ഞാൻ ആ ക്ലോസിന്റെ ടൈം വരെയാണ് എടുത്തത്. നല്ലോണം പെർഫോം ചെയ്തു. ഫസ്റ്റ് ടാസ്ക് എനിക്ക് ഇച്ചിരി ടെൻഷൻ ഉണ്ടായിരുന്നില്ലേ? പ്രതീക്ഷിക്കാതെ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാളാണ് ഗസ്റ്റ് വരുന്നു ചേച്ചി ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല. ചേച്ചിക്ക് ഒരു ചെറിയ പണിയായിരിക്കും മാത്രമേ പ്രതീക്ഷിച്ചിട്ടുള്ളൂ. എനിവേസ്, എനിക്ക് തോന്നിയ 2-3 ചെറിയ കാര്യങ്ങൾ പറയുന്നത് ഞാൻ കുറെ പേരുടെ ഇപ്പൊ ചെയ്ത് വന്നപ്പോ എനിക്ക് തോന്നിയതാണ്. നിങ്ങൾ ഇങ്ങനെ 10 minutes ടൈമില് ഇപ്പം ഫുഡ് കഴിക്കാനൊരു സമയം കൂടി നിങ്ങൾ ഒന്ന് ഓർക്കണം. കാരണം ഇതിപ്പോ ഫുഡ് കൊണ്ടുവച്ചിട്ട് അദ്ദേഹത്തിന് എടുക്കാൻ പോലും ഉള്ള ഒരു സമയം കിട്ടിയില്ല. അതിപ്പം പക്ഷെ 10 മിനിറ്റിനുള്ളിൽ ശരിയാ. ഇപ്പൊ കുറെ ചെയ്തൊക്കെ കറക്റ്റ് ആയിരുന്നു. പക്ഷെ എങ്കിൽ കൂടിയും ഫുഡ് എങ്കിൽ ഒന്നില്ലെങ്കിൽ ആ സാധനം ആദ്യം കൊടുക്കായിരുന്നു. അപ്പൊ എന്തെങ്കിലും ഒരെണ്ണമെങ്കിലും കയ്യിലേക്ക് എടുക്കാമായിരുന്നു എന്നൊരു ചെറിയ എന്റെ അഭിപ്രായം നോക്കിയേ വേണ്ട. നമ്മുടെ ജഡ്ജസാണ് അഭിപ്രായം പറയേണ്ടത്. നമ്മളെ ഞാൻ വെറുതെ എനിക്ക് ഒരു അവസരം കിട്ടി പക്ഷേ അത് നമ്മൾ ആദ്യം അത് കഴിക്കുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് കഴിക്കാൻ മാത്രം എടുത്തു വെച്ചിട്ട് നമ്മൾ പിന്നെയും ചായ എടുക്കാൻ പോകണല്ലോ. അത് ഒരുമിച്ചാകുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാകുമല്ലോ. അതാണ് ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മൾ കൂടെ നിന്ന് അവരെ സംസാരിച്ചുകൊണ്ട് കൂട്ടുന്നതാണ് ഏറ്റവും ഉചിതം എന്ന് തോന്നി. അതുകൊണ്ടാണ് ചേച്ചി അങ്ങനെ. അത് മതി, ആ ആൻസർ കിട്ടിയാൽ മതി. ജഡ്ജസിന് പോയിന്റ്സ് മതി സംഭവം. അപ്പൊ നമുക്ക് എന്തായാലും ഇനി ജഡ്ജസിന്റെ കമന്റ്സിലേക്കാം. അത്രയ്ക്കൊരു വലിയ ലെജൻഡ് വന്ന ശേഷം ശരീന എന്ത് ചെയ്തു? സ്പോർട്സിലും സിനിമയിലൊക്കെ നിൽക്കുന്നവര് എല്ലാം ഭക്ഷണമൊക്കെ ഇഷ്ടമാണെങ്കിലും ഒന്ന് വരുമ്പോ ഒന്ന് ആലോചിക്കും. കറക്റ്റ് 10 minutes ആയപ്പോഴത്തേക്ക് ഒരു എയർ ഇന്ത്യ ഹോസ്റ്റസ് പോലെ ഒരു നിപ്പ്. ഞാൻ ഒരിടത്ത് ചെല്ലുമ്പോ എന്നെ അറിയാവുന്നും അവരൊക്കെ ഭയങ്കര നാണക്കാരാ സർ. വിളിച്ചാലും വരില്ല. അമ്മ ഉണ്ടില്ലേ തിരിഞ്ഞോടി. അത് സാരമില്ല.